ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമ്മുടെ ട്രിവാൻഡ്രത്തെ സഹയാത്രി ബോയ്സ് ഹോസ്റ്റലിൽ ഉള്ള നമ്മുടെ നീറ്റ് ആസ്പിരൻസിനെ കാണാനായിട്ട്, നമ്മുടെ ഇവിടുത്തെ മിടുക്കന്മാരായ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനെ കാണാനായിട്ടാണ് ഞങ്ങൾ വന്നത്. കാരണം ഹോസ്റ്റലിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നും കൂടി തോന്നി. ഓൾസോ നമ്മുടെ ഒരുപാട് ടോപ്പേഴ്സ് അഗെയിൻ പഠിച്ചു പോയ ഒരു ഹോസ്റ്റലും കൂടിയാണിത്. ട്രിവാൻഡ്രം ക്യാമ്പസ് തന്നെ ഒരുപാട് നല്ല റിസൾട്ട്സ് നമുക്ക് ഈ വർഷം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ വന്നതൊരു വീക്കെൻഡിലാണ്, അപ്പോൾ കുറേ പേരൊക്കെ വീട്ടിലൊക്കെ പോയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ ഉള്ളവരോട് നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കാം ആൻഡ് നമ്മുടെ ഹോസ്റ്റലൊക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം. ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, ഒരു ഹായ് ഒക്കെ പറയടാ. എന്താ ഇത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയാം. യൂട്യൂബ് ക്ലാസ് ഉണ്ട് തന്നെ, അങ്ങനെ വന്നതാണ്. നീ എഴുതി നോക്കിയായിരുന്നോ? ഓക്കെ, റീറിപ്പീറ്റർ. എങ്ങനെയുണ്ട് സ്കോർ? കുറവാ. എന്താണെങ്കിലും ഡോക്ടർ ആവണം, അപ്പൊ പിന്നെ എന്താണെങ്കിലും പഠിക്കും അല്ലേ? യൂട്യൂബില് കണ്ടിട്ട്. ആണോ? എവിടെ, തമിഴ്നാടാണോ? പിന്നെന്താ തമിഴ് ബാച്ചിൽ പോവാത്തെ? ഇവിടെ കേരളത്തില് വന്ന് ഇവിടെ വീട്ടിന്റെ അടുത്താണ്. ഓക്കെ, യു ഫ്രം ട്രിവാൻഡ്രം? കന്യാകുമാരി. ഓ, ഓക്കെ ഓക്കെ, നൈസ്. നമ്മളൊരു വട്ടം റിവിഷൻ ചെയ്ത കാര്യം തന്നെ, പഠിച്ച കാര്യം തന്നെ അവിടെ ചെന്ന് പഠിക്കുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്തിട്ടില്ല ചെല്ലുന്നത്. അതൊരു നല്ലൊരു കാര്യം തന്നെ. ഒരു പ്രാവശ്യം നോക്കിയിട്ടാണ് ചെല്ലുന്നത്. നോക്കുന്നുണ്ടോ നിങ്ങള്? ഓൺലൈൻ ഡേയിൽ ഇരുന്നിട്ട് വീഡിയോസ് മുഴുവൻ കാണുന്നുണ്ടോ? കണ്ടിട്ടല്ലേ പോണത്? ഇപ്പൊ എക്സാം ഒന്നുമില്ല, ബേസിക്സ് കാര്യങ്ങളാണ് പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ ആയിട്ടുള്ള പാടുകളുണ്ട്. ഇപ്പം കുറെ എലമെന്റ്സ് ഒക്കെ പഠിക്കുന്നതുകൊണ്ട് അതിന്റെ 118 എലമെന്റ്സിന് ഇപ്പം 30 ആദ്യം കുറെ പഠിച്ചായിരുന്നു. പിന്നെ 4Fന്റെ 4 ബ്ലോക്കിന്റെ ഒക്കെ കാര്യങ്ങള് പഠിക്കുമ്പോൾ അതിന്റെ പേരുകൾ ഇച്ചിരി പാടുണ്ട്, ബൈഹാർട്ട് ഇച്ചിരി പാടുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ടോ? പറയുന്നുണ്ട്. നല്ല ക്ലാസ് തന്നെ. ഓക്കെ, സോ ഇവിടെ വന്നിട്ട് നീ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ? ചെയ്തു നോക്കുന്നുണ്ട്. സാറന്മാര് കുറെ വർക്കുകൾ തരും. പിന്നെ ഓൺലൈനായിട്ട് കണ്ട് ചെയ്യാനുള്ളതും DPP-യിലുണ്ട്, ഓഫ്ലൈൻ ആയിട്ട് ചെയ്യേണ്ടുള്ളത് DPP-യിലുണ്ട്. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. നീറ്റ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? അതായത് ഇപ്പൊ +2 ഭയങ്കര വലിയ ബേസ് ഒന്നും ഇല്ലാണ്ട് വന്നിട്ട് ഇപ്പൊ ബേസിക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നത്? അത് കംഫർട്ടാണ്, നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റല് കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണ്, നല്ല വാർഡനാണ്, നല്ല സപ്പോർട്ടാണ്. ഓക്കെ, സോ വീട് മിസ് ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് പറഞ്ഞാലും നിൽക്കുന്ന ഒരു ഇത് വരത്തില്ല. ഓക്കെ, മെന്റേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? മെന്ററിനും നമ്മുടെ അവിടെ എല്ലാ കമ്പനിയാണ്, നമ്മളെല്ലാ കാര്യത്തിനും കൂടെ സ്ട്രെസ്ഡ് ആയിട്ടൊന്നും തോന്നില്ല. ഇല്ല, റിലാക്സ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത്. നമ്മൾ റിലാക്സ് ചെയ്ത് ഹാപ്പി ആയി പഠിച്ചാലും നീറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ലേ? ഒട്ടും സ്ട്രെസ് ഇല്ലാതെ മക്കളെ ഏറ്റവും കംഫർട്ടബിൾ ആയി റിലാക്സ്ഡ് ആക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ടീച്ചേഴ്സ് ഒക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പിലുള്ള കുട്ടികളും കാണുമല്ലോ, അപ്പോൾ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ബേസിക് തൊട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നല്ലൊരു കംഫർട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഡൗട്ട് ഒക്കെ ചോദിക്കാറുണ്ടോ ക്ലാസ്സിൽ? ചോദിക്കാറുണ്ട്. എങ്ങനെ അവരുടെ റെസ്പോൺസ്? അവർ നല്ല ഇപ്പൊ നമ്മൾ ഒരു വട്ടം ചോദിച്ചാലല്ല, 2 വട്ടം 3 വട്ടം ചോദിച്ചാലും അവർ പറഞ്ഞു തരും. വളരെ ഫ്രണ്ട്ലിയാണ്, നമുക്ക് മനസ്സിലാവും അവർ പറഞ്ഞു. കുറെ പേര് ഇങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ, നമ്മളിങ്ങനെ പരസ്യത്തിൽ കാണിക്കുന്ന മാത്രമേ ഉള്ളൂ, ഇവിടെ വരുമ്പോൾ അങ്ങനെ ഒന്നും അല്ല, അങ്ങനെയൊക്കെ കേട്ടിരുന്നോ? അങ്ങനെയൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഞാൻ +2-ലും ഈ യൂട്യൂബിൽ ഇതേപോലെ വീഡിയോസ്, അപ്പൊ അതെനിക്ക് ഒരുപാട് +2ന്റെ എക്സാമിനേഷന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ എൻഗെയിമിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ബാക്കിയുള്ളവർ പറയുന്ന കേൾക്കാതെ Okay, nice. My experience so far has been really great. Okay. Hasn't been much of like a hindrance or an obstacle like while studying, because the teachers like explain really well and the concepts are easy to understand. Right now, since it's the fundamentals, it's been going slow and understandable. But other than that, I'm fine with the hostel and everything. It's kind of new for me. So food is okay for you? Food is okay. It's just like the food I eat at home. Oh, so there's a sense of familiarity as well. Okay. So you did your schooling in Chennai? Yes. What board did you study? CBSE. So what difference do you feel like when you were studying you have done your 12th, 11th, 12th basics there and you've come here. So what difference do you feel with the classes here? I mean, classes, right now since it's a basic, I can't tell much. But other than that, I haven't I haven't chose like maths in my 11th and 12th grade. Okay. So like since the basics they're teaching right now include maths as well, so it is kind of easier for me.
So that means like the physics and Physics chemistry and part is becoming like a More easier. easier for you. Okay, that's great. അപ്പോൾ നമ്മുടെ സഹയാത്രി ഹോസ്റ്റലിലെ വാർഡ്സ് മെന്ററും കൂടെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കാം. മക്കൾ ഇങ്ങനെ പാരന്റ്സിനെ ഒക്കെ വിട്ട് വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണല്ലോ, അപ്പം എങ്ങനെയുണ്ട്? പലർക്കും പല ഫീലിങ്സ് ആണ്. പേരൻസ് പോകുമ്പോൾ ഒരു വിഷമമാണ്. ആദ്യത്തെ ഒരു 2-3 ദിവസം വളരെ ഫീലിങ്സ് ആണ്. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് വെച്ചിട്ട് അവരെല്ലാം ഇപ്പൊ നല്ല ഹാപ്പിയാണ്. എല്ലാരും ഹാപ്പിയാണ്. അത് മക്കൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാം. ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെ അസുഖങ്ങൾ വയ്യായികയൊക്കെ വരുമ്പോൾ എന്താ പെട്ടെന്ന് വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള എല്ലാ സെറ്റപ്പും നമ്മൾ ചെയ്ത് കൊടുക്കും. അവർക്ക് എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഇവിടെ ഫുൾ ടൈം ഉണ്ട് അല്ലേ? ഫുൾ ടൈം ഉണ്ട്, 24 hours ഉണ്ട്. പേരെന്താ? എന്റെ പേര് സാം ജോൺ. നമ്മുടെ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എനി ഇഷ്യൂസ് യു ഫേസ്, ഓക്കെ മക്കള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഇയർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഞങ്ങൾ ഇനിയും വരും. ഓക്കെ, എല്ലാവരും മക്കളെ കാണാൻ വരും. നമ്മുടെ CEO വരും, LK സാർ വരും, വേറെ ടീച്ചേഴ്സ് ഒക്കെ കാണാൻ വരും. പിന്നെ നിങ്ങളുടെ ഇവിടുത്തെ ടീച്ചേഴ്സ് തന്നെ റെഗുലർ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനൊക്കെ ആയിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ടു ഓൾ. താങ്ക് യു, ബൈ. ഹായ് ഫിഷി ഡോക്ടേഴ്സ്. നല്ല മഴ, നല്ല തണുപ്പ്, ഇങ്ങനൊരു വെതർ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്തെ നമ്മുടെ നിർവാണ ഹോസ്റ്റലിൽ നമ്മുടെ ഒരുപാട് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഉണ്ട്. ഇത് നമ്മുടെ ഗേൾസ് ഹോസ്റ്റലാണ്. നിർവാണ ഹോസ്റ്റലിന്റെ മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് അടിപൊളി റിസൾട്ട്സ് തന്ന, കഴിഞ്ഞ നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ നല്ല ടോപ്പ് മാർക്ക് വാങ്ങിച്ച കുട്ടികളൊക്കെ പഠിച്ചു പോയ ഹോസ്റ്റലും കൂടിയാണ് നിർവാണ ഹോസ്റ്റൽ. അപ്പോൾ ഈ ഹോസ്റ്റലിലെ വിശേഷങ്ങൾ കണ്ടറിയാം. ഗേൾസ് ഹോസ്റ്റലാണ്. ഇവിടെ നമ്മുടെ ഒരുപാട് മിടുക്കി കുട്ടികളുണ്ട്, നമ്മുടെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്തെടുക്കുകയാണ്, അവർക്ക് നമുക്കൊരു സർപ്രൈസ് കൊടുത്താലോ? Come on. Hi, future doctors. How are you all? ഇരിക്കേ. നിങ്ങളെല്ലാവരും വന്ന് കാണാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിർവാണ ഹോസ്റ്റലിൽ വന്നിരുന്നു നിങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന സീനിയേഴ്സിനെ കാണാൻ. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വന്നത്. ഹാപ്പിയാണോ? പിന്നെ നല്ലപോലെ പഠിക്കണ്ടോ? ക്ലാസ് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാനാണ് മാം വന്നത്. മക്കൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് സാറന്മാർ കുറേ ഫ്രണ്ട്ലി ആണ്. നമുക്കറിയാത്ത പാഠം പോലും നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. പിന്നെ ചിലർ പഠിപ്പിക്കുന്ന രീതി ഭയങ്കരമായിട്ട് നമ്മൾ ആ ക്ലാസ്സിൽ ഇരുത്തുന്ന ഒരു ടൈപ്പ് ആണ്. അപ്പം നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് ക്ലാസ്സുകൾ തോന്നിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഹൈബ്രിഡ് സിസ്റ്റം അല്ലേ മക്കൾ പഠിക്കുന്നത്? ഹൈബ്രിഡ് സിസ്റ്റത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ക്ലാസ് കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഓഫ്ലൈൻ എത്തുമ്പം ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ഡൗട്ട് ചോദിക്കുന്നു പറഞ്ഞിട്ടാണ് സാറുമാരിക്കുന്നത്. അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഹോംലി ഫീലാണ് ഫീൽ ചെയ്യുന്നത്. ഹോസ്റ്റലാണെങ്കിലും ക്യാമ്പസ് ആണെങ്കിലും അങ്ങനെ ഒന്ന് ഒരു പേരൻസ് ഫീല്. വാർഡൻ ആന്റി ആണെങ്കിലും നമ്മളെ കാര്യത്തോടെ നിൽക്കുന്നത്, മെന്റർ ആണെങ്കിലും ചേച്ചി അതുപോലെ തന്നെ അതുപോലെ തന്നെ. ക്യാമ്പസ് ചെല്ലുവാണെങ്കിൽ ഒരു ക്ലാസ് തുടങ്ങുമ്പോഴേ നല്ല ചിരിച്ചോണ്ടാണ് തുടങ്ങുന്നത്. ടീച്ചേഴ്സ് ആ രീതിയിലാണ് നിൽക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും എന്താണ് ഡൗട്ട്, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോഴേ ചോദിച്ചുകൊണ്ടിരിക്കും സാറുമാര് ചോദിക്കുന്നത്. അപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ സമയം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ടൈം എങ്ങനെയാ മോള് മാനേജ് ചെയ്യുന്നത്? രാവിലെ എണീറ്റിട്ട് കുറച്ച് പഠിക്കും, എന്നിട്ട് വന്നിട്ട് വീണ്ടും പഠിക്കുക, റിവൈസ് ചെയ്യും. ഹോസ്റ്റലിലെ എക്സ്പീരിയൻസ് പറയും. ഹോസ്റ്റലിൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ സത്യം പറഞ്ഞ വരുമ്പോഴൊക്കെ. പക്ഷെ നല്ല നമുക്ക് എന്താ ഹോംലി ഫീൽ, അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ആയാലും വന്നപ്പോൾ തന്നെ എല്ലാവരായിട്ട് നല്ല ഇതായി. പെട്ടെന്ന് നമുക്ക് അങ്ങനെ അധികം വിഷമമൊന്നും ഉണ്ടാകത്തില്ല. മിസ് ചെയ്യുമെങ്കിലും അത്ര ഇല്ല. നീറ്റ് എക്സാമിന്റെ പ്രത്യേകത മക്കൾക്ക് അറിയാം, ഒബ്ജക്റ്റീവ് പേപ്പർ ആണ് അല്ലേ? അപ്പോ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നപ്പോ കണ്ടല്ലോ. അപ്പൊ എന്താ തോന്നുന്നത്? അതായത് വളരെ വളരെ ചെറിയ രീതിയിൽ നിന്ന് തുടങ്ങിയിട്ടാ വലിയ വലിയ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നത്. അപ്പം ആദ്യം വളരെ ബേസിക് നിന്ന് തുടങ്ങിയിട്ട് അതുവരെ ലൈക്ക് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഉണ്ടാവും. അതിന്ന് തുടങ്ങിയിട്ടാ പിന്നെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് DPPയിലൊക്കെ ആണെങ്കിലും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം. ആ നമ്മുടെ ലെവലിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ DPPയിൽ കൊടുത്തേക്കുന്നത്. അത് നമ്മുടെ ലെവൽ കൂടുന്തോറും DPPയിലെ ലെവൽ കൂടിക്കൊണ്ടിരിക്കും, ഓരോ Day 1 Day 2 അങ്ങനെ. അത് ഭയങ്കര ബ്ലെസ്സിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? കാരണം വേറെ എവിടെയും ഞാൻ അങ്ങനെ മെറ്റീരിയൽ കണ്ടിട്ടില്ല. ഒരു ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കോംപ്ലക്സിറ്റി കൂടി വരുന്ന രീതിയിൽ. ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് വരുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു കോൺഫിഡൻസ്, മാം പറഞ്ഞ പോലെ ഭയങ്കര കോൺഫിഡൻസ് തോന്നാം എന്നെ കൊണ്ട് പറ്റും എന്നുള്ളത്. ഓക്കെ, കാരണം നമ്മുടെ ഇപ്രാവശ്യത്തെ ടോപ്പേഴ്സിനെയൊക്കെ ഞാൻ ഇന്റർവ്യൂ ചെയ്തപ്പോഴും കുറെ മക്കള് ആദ്യം എഴുതി നോക്കിയപ്പം 200, 250, 300 റേഞ്ചിലൊക്കെ നിന്നവരാണ്. ഇപ്രാവശ്യം 650 മുകളിലാണ് നമുക്കുള്ള മക്കളെല്ലാവരും. നമ്മുടെ ടോപ്പേഴ്സ് എല്ലാം 700+ നമുക്കുണ്ട്. മിക്കവാറും നമുക്കൊരു ഓൾ കേരള ടോപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
മെന്റേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്തുണ്ടെങ്കിലും ഓരോരുത്തർ ചോദിക്കാം, എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാം. Okay. ചേച്ചി നല്ല ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഇല്ല. ഫുഡെല്ലാം നല്ലതാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ തന്നെ അവർ വന്ന് ചോദിക്കും. ഷെഫൊക്കെ വന്ന് ചോദിക്കുമോ 1 വീക്കിൽ ഒരിക്കലൊക്കെ. ഫുഡൊക്കെ നല്ലതാണ്, നമ്മുടെ വീട്ടിലാണ് കിട്ടുന്ന പോലെ തന്നെയാണ്. അത്രയ്ക്കും പെർഫെക്റ്റ് ആകത്തില്ലെങ്കിലും എന്നാലും ഒരു ഹോസ്റ്റൽ ഫുഡ് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് നല്ല ബെറ്റർ ഫുഡാണ് വരുന്നത്. ഫുഡാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ ക്ലാസ്സിലേക്കും ഹോസ്റ്റലിലേക്കും ഉള്ള നിങ്ങളുടെ ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചൊന്ന് മോള് പറഞ്ഞേ. ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. നല്ല കറക്റ്റ് ടൈമിൽ ബസ്സൊക്കെ വരുമോ? ടൈമിൽ തന്നെ നല്ല വൈബായിട്ടാ പോകുന്ന, പാട്ടൊക്കെ വെച്ച് നല്ല ചില കൂടെ പാടുകയൊക്കെ ചെയ്യാം. അങ്ങനെ നല്ല വൈബായിട്ടാണ് പോകുന്നത്. ഓക്കെ. അങ്ങനെ സ്ട്രെസ്സായിട്ടൊന്നും ഇല്ല. നമുക്ക് ഫ്രണ്ട്ലി, ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആണ്. മെൻറ്റർ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആണ്. ഇവിടെ ടൈം ടേബിൾ ഉണ്ട്, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ഡേ ആണെങ്കിലും ടൈം ടേബിൾ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ? കോൺഫിഡൻസ് കിട്ടുന്നു. എന്താണെങ്കിലും ഞാൻ ക്ലിയർ ചെയ്യുന്ന ഉറപ്പാണോ? നീറ്റ് ഇപ്രാവശ്യം ഉറപ്പാണ്. ഓക്കെ. പിള്ളേരും ഒക്കെ ആയിട്ട് പരിചയപ്പെടാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തു കൊണ്ടുപോയായിരുന്നു. അന്ന് എന്നെയാണ് ആദ്യം സംസാരിക്കാൻ വിളിച്ചത്. പക്ഷെ അന്ന് എനിക്ക് ഒട്ടും എന്തോ പറയണ്ടേ, വന്ന് സാറ് പറഞ്ഞ് എക്സ്പീരിയൻസ് പറയാം. അപ്പം ഞാൻ ഒരു ദിവസമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പേരും സ്ഥലവും മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ പക്ഷെ ഇന്ന് മാം വന്നപ്പോൾ എനിക്ക് അത് മാറ്റി എനിക്ക് പറയണം, സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നത് ഹോസ്റ്റലിലോ ഒട്ടും പ്രതീക്ഷിച്ചല്ല വന്നത്. വീട്ടിലും കുറച്ച് ഇതൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം ഞാൻ വെച്ച് ഒരുപാട് വിഷമമൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്ക് കിട്ടിയ റൂംമേറ്റ്സ് ആണെങ്കിലും ഇവിടുത്തെ വാർഡൻ ആണെങ്കിലും എല്ലാവരും നല്ല, എനിക്കൊരു വീട് തന്നെയാണ്. ഞങ്ങൾ എപ്പോഴും പറയും ഇത് വീട് തന്നെയാണ്. ഞങ്ങളെല്ലാം ഓപ്പണായിട്ടാണ് സംസാരിക്കുന്നതും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പഠിക്കുന്നതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാം തീർക്കാറുണ്ട്. സെൻട്രലിൽ പോകുമ്പോഴാണെങ്കിലും എനിക്ക് അത്ര ഫിസിക്സും അത്ര ഇരിക്കില്ല, പാടായിരുന്നു. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒത്തിരി കിട്ടുന്നുണ്ട്. ഈ വർഷം തന്നെ നീറ്റ് ക്രാക്ക് ചെയ്യണമെന്നാണ്. ആവട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ. മോളുടെ ഫേവറേറ്റ് കോളേജിൽ തന്നെ എത്താൻ പറ്റട്ടെ. ഓക്കെ. മോൾക്ക് എന്താ പറയാനുള്ള? സ്റ്റഡി മെറ്റിലെ ക്വസ്റ്റ്യൻസ് പറഞ്ഞതുപോലെ സിമ്പിളിൽ നിന്ന് ഡിഫിക്കൽട്ട് ലെവലിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ബേസിക് നിന്ന് തുടങ്ങി, നല്ല ബേസിക് അഡീഷനും സബ്ട്രാക്ഷനിൽ നിന്ന് തുടങ്ങിയിട്ടാണ് പോകുന്നത്. സോ ബേസിക് അറിഞ്ഞൂടാതെ വരുന്ന ഒരാൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ ഹോസ്റ്റലിനെ കുറിച്ച് ഒരുപാട് പേടിച്ചിട്ടാണ് വന്നത്. കാരണം ഒരുപാട് പേര് പറയും ഹോസ്റ്റലിൽ ഫുഡ് ശരിയാവത്തില്ല, ഹോസ്റ്റലിൽ ശരിയാവത്തില്ല, അങ്ങനെ കുറേ ടെൻഷൻ പറയുന്നുണ്ട്. നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഹോസ്റ്റലിൽ വന്ന് കയറിയപ്പം തന്നെ മനസ്സിലായി അതങ്ങനെയൊന്നും അല്ല. ഞാൻ റിപ്പീറ്ററാണ്. സോ ഞാൻ വേറൊരു സ്ഥാപനത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നേരത്തെ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ ഫുൾ ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി, ഒട്ടും ടെൻഷൻ തോന്നുന്നില്ല. ഞങ്ങൾ പറയുമായിരുന്നു ഒട്ടും ടെൻഷനില്ലാതെ ഒരാഴ്ച കഴിഞ്ഞ് പോയതേ അറിഞ്ഞില്ല. ഞങ്ങൾ ഒരുപാട് ദിവസമായിട്ട് ഇവിടെ, പക്ഷേ ഒരാഴ്ച ആയിട്ടുള്ളൂ ഞങ്ങളിവിടെ വന്നിട്ട്. പക്ഷെ ഒരുപാട് ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു ഫീലിംഗ്, വീടാണെന്ന് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറയും ഞങ്ങൾക്ക് വീടെന്ന ഒരു ഫീൽ ഇവിടെ എത്തി. എനിക്കിവിടെ വന്നപ്പോൾ ആകെയുള്ള ടെൻഷൻ ഹോസ്റ്റൽ എങ്ങനെയായിരിക്കും, പിന്നെ ഫുഡ് എങ്ങനെയായിരിക്കും. കാരണം എനിക്ക് ക്ലാസ്സസ് ഒക്കെ അറിയാതെ നല്ലതായിരിക്കും എന്ന്, അതുപോലെ തന്നെ അതിനേക്കാൾ നല്ലതായിട്ട് തോന്നും. എനിക്ക് ഓൺലൈനായിട്ട് 11th 12th ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നന്നായിട്ട് പഠിച്ചില്ല ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ. പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പം നമ്മൾ നേരിട്ട് കാണുമല്ലേ, ടീച്ചേഴ്സ് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ, അപ്പം നമ്മൾ ഒന്നും കൂടി പഠിക്കും. അത് നന്നായിട്ട് തന്നെ ഇതിപ്പോൾ പോകുന്നുണ്ട്. ഹോസ്റ്റലും കുഴപ്പമില്ല, അക്കോമഡേഷൻ കുഴപ്പമില്ല, ഫുഡൊന്നും കുഴപ്പമില്ല. ഏറ്റവും വലുതായിട്ട് ഷോക്ക് ആക്കിയതെന്ന് വെച്ചാൽ ഹോസ്റ്റലാണ്. നമ്മളൊരു റൂം മാത്രമാണ് പ്രതീക്ഷിച്ചതെങ്കിലും ഇവിടെ വന്നപ്പോഴാണ് സ്റ്റഡി ഹാളുണ്ട്. സ്റ്റഡി ഹാളിൽ പഠിക്കാനായിട്ട് പ്രത്യേകം ടേബിളുണ്ട്. പിന്നെ റൂം വേറെ ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്ന് വെച്ചാൽ ഫുഡാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ പോലെ തന്നെ നല്ല ഫുഡാണ് തരുന്നത്, നല്ല ക്വാളിറ്റി ഫുഡാണ് തരുന്നത്. അതുപോലെ പിന്നെ ക്യാമ്പസിൽ പോകുമ്പോൾ തന്നെ ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മളോട് ഡൗട്ട് ക്ലിയറൻസിന് എന്നും ചോദിക്കും. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴും ചോദിക്കും ഡൗട്ട് ഉണ്ടോ എങ്കിൽ വരണം, ക്ലിയർ ചെയ്യണം. മിസ്സിനെ കണ്ടപ്പോ സന്തോഷമായിരുന്നു. കാണണമെന്നുണ്ടായിരുന്നു, യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നത്. ഞാൻ +1 +2 സൈലത്തിന്റെ ക്ലാസ് ആയിരുന്നു അറ്റൻഡ് ഒക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ എക്സാമിന് ഒരുപാട് സഹായിച്ചു. പിന്നെ എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു ഇവിടെ വന്ന് പഠിക്കണമെന്നുള്ളത്. ആദ്യം എനിക്കൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പം. പിന്നെ ഹോസ്റ്റലൊക്കെ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഫുഡായാലും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതി ഒരു കറി മാത്രമേ കാണത്തുള്ളൂ എന്ന്. പൊതുവെ എല്ലാവരും അങ്ങനെ പറഞ്ഞത്. അതായത് പൊതുവേ ഉള്ള ഒരു ഇതാണ് ഈ സൈലൊക്കെ, പരസ്യം മാത്രമേ ഉള്ളൂ, ഇവർ ഈ പരസ്യത്തിൽ കാണിക്കുന്ന ഒന്നും ആയിരിക്കില്ല നമ്മൾ എത്തുമ്പോൾ ഉള്ളത്, പിന്നെ ചുമ്മാ ഇവർ പ്രൊമോഷന് വേണ്ടി പറയുന്നതാണ്. പക്ഷെ നിങ്ങളിപ്പോ ഇവിടെ വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ? ഞാൻ 11th 12th എനിക്ക് മാത്സ് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു പേടിയിലായിരുന്നു ഞാൻ വന്നത്.
ഫിസിക്സിലൊന്നും എനിക്ക് പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ബേസിക്സ് പഠിപ്പിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഒരുപാട് ഇൻക്രീസ് ആയി. പിന്നെ ഇവിടെ പഠിപ്പിച്ചത് തന്നെയാണ്, മീൻസ് ഇവിടെ നമ്മൾ കാണുന്ന ക്ലാസ് തന്നെയാണ് അവിടെ ചെല്ലുമ്പോഴും സാറ് പറയുന്നത്. അപ്പം കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, റിവൈസും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്ത് വിഷമമുണ്ടെങ്കിലും ഉടനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റഡീനെ ഏറ്റവും ബാധിക്കുന്നത് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസും ഡോമിനേഷൻസും വരുമ്പോഴാണ്. മൈൻഡ് ഒട്ടും ഡിസ്റ്റർബ്ഡ് ആക്കാതിരിക്കുക. ഞങ്ങളുടെ ഒരു വേ ഓഫ് ടീച്ചിങ് ഇവിടെ അങ്ങനെയാണ്. നിങ്ങളെ ഏറ്റവും റിലാക്സ്ഡ് ആക്കി ഏറ്റവും ഹാപ്പി ആക്കി വെക്കുക. അപ്പം നിങ്ങൾ നല്ലപോലെ പഠിച്ചോളൂ. അപ്പം ഹാർഡ് വർക്ക് ചെയ്യുക, ഒരിക്കലും വേസ്റ്റ് ആവില്ല. എൻ്റെ മക്കൾ പഠിക്കുന്ന ഒരു പഠനവും ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഇറ്റ് വിൽ ബെനിഫിറ്റ് യു. ഓക്കെ, സെറ്റ് അല്ലേ? ഈ മിസ് പോട്ടെ.